മലങ്കര റീത്ത് കർദിനാൾമാർ ഐസക് തോട്ടുങ്കൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പൈതൃകത്തെ വീക്ഷിക്കുന്നത് റോമൻ പൈതൃകവും ബൈസന്റെ പൈതൃകവും വിസ്മരിക്കപ്പെട്ട ഒരു സുറിയാനി പൈതൃകവും കൂടി ചേർന്നതാണെന്നാണ്. പൈതൃകം അതായത് ഹെറിറ്റേജ് എന്നാൽ എന്താണ്? കാലങ്ങളായി നിലനിൽക്കുന്ന അഥവാ തുടർന്നു വരുന്ന പാരമ്പര്യം, ലെഗസിയാണ് പാരമ്പര്യം. മാതാപിതാക്കളിൽ നിന്ന് അവരുടെ സന്തതികളിലേക്ക് സ്വഭാവ വിശേഷണങ്ങൾ കൈമാറുന്നതാണ് പാരമ്പര്യം അല്ലെങ്കിൽ പൈതൃകം. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സീറോ മലങ്കരയുടെ പൈതൃകം എന്നത് എത്ര ദയനീയമായ സങ്കര പൈതൃകമാണ്. സീറോ മലബാർ കത്തോലിക്ക സഭക്കാർ ജാഗരൂകരായിരിക്കുക. ഇക്കൂട്ടർ നിങ്ങളെ പിളർത്തുക മാത്രമല്ല, സിറിയക്കാരോട് ചേരാനും മടിക്കില്ല. അക്കൂട്ടത്തിൽ ഐസക് തോട്ടുങ്കലും ചേർന്നെന്ന് വരാം. സ്വഭാവം കൊണ്ടും ഇപ്പോഴത്തെ പ്രവർത്തനം കൊണ്ടും പറയുക, തന്റെ കാതോലിക്ക ബാവ എന്ന ടൈറ്റിൽ റോം കൊടുത്തതല്ലെന്ന് റോമിൽ നിന്നും ഓർത്തഡോക്സ് സഭയ്ക്ക് കത്ത് കിട്ടിയ അന്ന് മുതൽ റീത്തുകാർ റോമുമായി അത്ര രസത്തിലല്ല. പാത്രിയാർക്കീസിനോട് ചേർന്നാൽ കാതോലിക്ക എന്ന സ്ഥാനത്തിനും അംഗീകാരമാകും. അതോടൊപ്പം റോമിനോട് ഒരു മധുര പ്രതികാരവും ചെയ്യാം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം പാത്രിയാർക്കീസ് ബാവ വന്നപ്പോൾ ആദ്യാവസാനം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത്. കത്തോലിക്കർ ജാഗ്രത പാലിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഇവരൊക്കെ സ്വന്തം അസ്തിത്വം കളഞ്ഞ് ഇന്നിപ്പോൾ തറവേലയാണ് കുപ്പായവും ഇട്ടുകൊണ്ട് നടത്തുന്നത്. വിമോചന സമരം ഉണ്ടായപ്പോഴും നിലയ്ക്കൽ പ്രശ്നം ഉണ്ടായപ്പോഴും മറ്റു സഭകളെ ചേർത്തു നിർത്തി അതിനു മുന്നിൽ നിന്ന് കത്തോലിക്കരെ രക്ഷിച്ചത് ഓർത്തഡോക്സ് സഭയാണെന്ന കാര്യം മറന്നു പോകരുത്. അത് വിസ്മരിച്ചാൽ കത്തോലിക്കർ കാട്ടുന്നത് നന്ദികേടായിരിക്കും. നിങ്ങൾ ഇന്ന് ഈ സഭയെ പിളർത്തുന്നതിനു വേണ്ടി യാക്കോബായ വിഭാഗത്തോട് ഒട്ടി നിന്നാലും അവർ നിങ്ങളുടെ കഴുക്കോൽ ഊരുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. വസ്ത്രത്തിനുള്ളിൽ വിസർജിച്ചവനെ ചുമന്നാൽ ചുമന്നവനെ നാറുമെന്നതും മറക്കേണ്ട. ഗ്വാട്ടിമാലയിൽ ഇവർ നടത്തിയത് തന്നെ ഒന്ന് നോക്കുക. കത്തോലിക്ക സഭ പിളർത്തിയില്ലേ? അതിലെ ഒരു കഷ്ണം പറിച്ചെടുത്ത് മോഹങ്ങളും മോഹന വാഗ്ദാനങ്ങളും നൽകി കൂടെ നിർത്തി അവരുടെ തനിക്കുണം അവർ കാണിച്ചു. ഇവിടെ മലങ്കര സഭയിലും ഇത് തന്നെയല്ലേ കാണിച്ചത്? അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. കത്തോലിക്കർ ജാഗ്രത പുലർത്തുക. ഇതുങ്ങളെ ഏഴയല തടിപ്പിക്കരുത്, ഓർമ്മിപ്പിച്ചുവെന്ന് മാത്രം.